ആ മാണിക്കുഞ്ഞ് സന്തോഷം കാണാൻ. ഞാൻ ഇന്നലെ വിളിച്ചപ്പോഴേ ഭയങ്കര തിരക്കിലായിരുന്നു. എന്ന് പറഞ്ഞപ്പോ സാറ് വിളിക്കുമ്പോൾ ഓടി എത്തണമല്ലോ ഇവിടെ. അതാണ് നമ്മുടെ ഒരു ഇതാണ്, ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് വരിക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ആവശ്യം. അഞ്ഞിലിക്കാവളയൊക്കെ നിറച്ചുണ്ടല്ലോ, പറിക്കുമല്ലേ? പക്ഷെ അത് ഓർമ്മയില്ല. ഇപ്പൊ ഇല്ല. ഇപ്പൊ എങ്ങനെ പറിക്കണേ? ഇപ്പൊ ഞാൻ മേലെ കയറിയ താഴെ പോരും. അമേരിക്കയിൽ നിന്ന് എത്തി ഞാൻ രണ്ടാഴ്ച അല്ലേ? അപ്പൊ സാറ് നമ്മുടെ യൂട്യൂബ് ചാനലിനെ കണ്ടിട്ടാ വന്നത്. മലയാളി അടിച്ചു പൊളിക്കുമെന്ന് അറിയാം, അതുകൊണ്ടല്ലേ. പിന്നെ നമുക്ക് ഈ സ്ഥലം ഇത് എന്താ സ്ഥലം കിടക്കുന്നത്? ഇത് ഈ കളച്ചിട്ടിരിക്കുന്ന ഒരു 3.5 ഏക്കർ ഉണ്ട്. 3.5 ഏക്കർ. പിന്നെ അതിന്റെ പ്രദേശത്തിന്റെ ആണ്. അങ്ങനെ അവിടെ ഉണ്ട്. ഈ പാടം മുഴുവനുണ്ട്. നമ്മൾ താമസിക്കുന്നുണ്ട്. അപ്പറേ വയല് കിടക്കുന്ന അതോ? ആ വയലെടുത്ത നമ്മുടെ അല്ലേ? സാറ് കയറി വരുന്നിടത്ത് എന്റെ ഏറ്റവും വലിയ വീക്കൻസ് ആണ് പ്ലാവ്. നിറച്ച് ചക്കയായിട്ട് പ്ലാവൊക്കെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അത് തിരിച്ചു പോകുമ്പോൾ നമുക്ക് പിടിക്കാം. അപ്പൊ ഇവിടെ സാറ് എന്ത് വെക്കാനാ ഉദ്ദേശിക്കുന്നത്? ഇവിടെ 2 ഓപ്ഷൻ ആണ് എനിക്കിപ്പോ ഉള്ളത്. ഒന്ന് റംബുട്ടാൻ, അല്ലെന്നുണ്ടെങ്കിൽ തെങ്ങ്. വേറൊരാള് പറഞ്ഞു എന്നോട് ജാതി തന്നെ തിരിച്ചു വെക്കാൻ. ജാതിക്ക് വെള്ളം വേണം, ആള് വേണം, നോക്കാനും വേണം. നമ്മളെല്ലാം ഏത് കൃഷിയാണേലും സാറേ വെക്കുക എന്ന് പറഞ്ഞത് വളരെ എളുപ്പമാണ്. അതെനിക്കറിയാം. വെച്ചിട്ട് പാലിക്കുക എന്നുള്ളതാണ് ഒരു കൊച്ചിനെ വളർക്കണ പരിപാടിയാണ്. ഒരു വർഷം, അതായത് നമ്മൾ ഏത് ചെടികളാണേലും അത് നമ്മൾ പിള്ളേരെ പോലെ നോക്കണം. അതെ, അതാണ് അതിന് വേറൊരു മെച്ചമുണ്ട്. പിള്ളേര് നമ്മളൊരു 18 കൊല്ലം നോക്കിയാൽ മതി. അത് കഴിഞ്ഞ് അവൻ നമ്മളെ തിരിച്ചു തല്ലിയുള്ളൂ. ഇത് വേറെ കാര്യമുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് 2 കൊല്ലം വെച്ചാൽ നമുക്ക് പിന്നെ ഇങ്ങോട്ട് ആദായം കിട്ടിക്കൊണ്ടിരിക്കും. അതിപ്പോ നിങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കണം. അതാണ് പണ്ടത്തെ പോലെ അല്ല. പണ്ടൊക്കെ ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ 10 കൊല്ലം 15 കൊല്ലം നോക്കിയിരിക്കണം. ഇപ്പൊ 2-ാം കൊല്ലം ഒരു പ്ലാവ് വെച്ചു, അത് പിറ്റേ വർഷം ചക്കയാ. ഇപ്പൊ തെങ്ങ് വെച്ചു, 2 വർഷം കഴിയുമ്പോ തേങ്ങായ. ഞാനിതൊരു 35 കൊല്ലം മുമ്പ് ചെയ്യേണ്ടിയിരുന്നു. അന്നാണ് എനിക്ക് ചക്ക തിന്നാം, എന്നാ വേണമെങ്കിൽ തിന്നായിരുന്നു. ഇപ്പൊ അത് പറ്റൂലല്ലോ. എല്ലാത്തിനും അതിന്റെ സമയമുണ്ട് ദാസ, സമയമുണ്ട്. ഓക്കെ അപ്പൊ നമുക്ക് ഇതാണ് ഞാൻ മാണിക്കുഞ്ഞ് എന്ന വ്യക്തിയുടെ നമ്മുടെ പിറവൻ റോഡില് നമ്മുടെ ഈ സ്ഥലത്ത് അഞ്ചൽപ്പെട്ടി വന്നു. സാറിന്റെ ചുമ്മാ കിടക്കുന്ന സ്ഥലങ്ങള് അമേരിക്കയിൽ നിന്ന് വന്നിട്ട് ഈ സ്ഥലമൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാനാണ് സാറ് വിളിച്ചു വരുത്തിയേക്കുന്നത്. അത് നമ്മള് ഫസ്റ്റ് എന്താ പ്ലാൻ ചെയ്യുന്നതെന്ന് ഇനി കാണിച്ചു തരാം. ഓക്കെ, എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കണ്ട. വീണ്ടും കാണാം.